السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീനിലെ അമാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഇക്സീർ എന്ന ഗ്രന്ഥത്തിൻ്റെ വായനയിൽ മൻസിലത്തു തദക്കുറിൻ്റെ മൻസിലത്തിൽ വിശദീകരിക്കുന്നതിൽ ഖൽബിനെ ഫസാദാക്കുന്ന 5 കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് നാം പറയുന്നത്. 5 കാര്യങ്ങൾ. അതിൽ കസ്റത്തുൽ ഖുൽത, ആളുകളുമായിട്ട് അമിതമായി കൂടിക്കലരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. തമന്നി, വ്യാമോഹങ്ങൾ, മോഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതും പറഞ്ഞു. മൂന്നാമത്തേത് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അൽ മുഫ്സിദു സാലിസ് മിൻ മുഫ്സിദാത്തിൽ ഖൽബ്, ഖൽബിനെ ഫസാദാക്കുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത് അത്തഅല്ലുഖു ബിഗൈരില്ലാ, അല്ലാഹു അല്ലാതെ മറ്റ് ആരെങ്കിലുമായിട്ടുള്ള ഖൽബിൻ്റെ ആ ഒരു കെട്ടിക്കുടുക്ക്, ആ ഒരു അടുപ്പം, ബന്ധം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരെങ്കിലും, അത് വ്യക്തികളാവാം, വസ്തുക്കളാകാം, ആരുമാകാം, അവരുമായിട്ടുള്ള ഖൽബിൻ്റെ തഅല്ലുഖ്, ആ കെട്ടിക്കുടുങ്ങുക, ആ രീതിയിലുള്ള ഒരു അടുപ്പം, അത് ഭയം കൊണ്ടാവാം, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെട്ടുകൊണ്ടാകാം, പ്രതീക്ഷ വെച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാകാം, അങ്ങനെ ഏത് രീതിയിലുമാകാം. അള്ളാഹുവിലുള്ള ഇബാദത്തിൻ്റെ ഏതിനത്തിലും ആ രീതിയിൽ ഖൽബ് മാറിപ്പോകാം. ഖൽബിൻ്റെ ഇബാദത്തുകൾ ഏതിലും അള്ളാഹുവിന് പുറമെ മറ്റെന്തെങ്കിലുമായിട്ട് ഈ കെട്ടിക്കൊടുക്കേണ്ടാവുക. വഹാദ അഅ്ളമു ഫസദാതിഹി അലൽ ഇത്ലാഖ്, ഇത് ഖൽബിനെ ഫസാദാക്കുന്നതിൽ നിരുപാധികം ഏറ്റവും വലുതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഫലൈസ അലൈഹി അദറു മിൻ ദാലിക്, ഇതിനേക്കാൾ ദോഷമുണ്ടാക്കുന്നൊരു കാര്യമില്ല എന്നാണ്. ഇതിനേക്കാൾ ദോഷമുണ്ടാക്കുന്നൊരു കാര്യം ഖൽബിനില്ല. കാരണം ഖൽബ് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തിൻ്റെ നേരെതിരാണ് അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് ഖൽബ് തഅല്ലുഖാവുക എന്നുള്ളത്. അത് മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെയാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാത്തവരോട് ഖൽബ് തഅല്ലുഖാണ്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദിൻ്റെ ഭാഗത്തുണ്ട് എങ്കിലും ബാക്കിയുള്ള ഖൽബിൻ്റെ ധാരാളം ഇബാദത്തുകളിൽ അള്ളാഹു അല്ലാത്തവരോട് തഅല്ലുഖാകുന്ന ആളുകളെ കാണാം. ശിർക്കിൻ്റെ ഭാഗമായിട്ട് വരും. അത് പരിധി വിട്ട് കഴിഞ്ഞാൽ ശിർക്കുൻ അക്ബർ തന്നെയാകും. അത് ചില ആളുകളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാകാം. ഈ പ്രണയം പോലെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഉലമാക്കൾ ഇബ്നു തൈമിയ്യൊക്കെ പ്രണയം ശിർക്കാണെന്ന് പറയാനുള്ള കാരണം തഅല്ലുഖു ബിഗൈരില്ല, ഭയപ്പെട്ടുകൊണ്ടാകാം. ചില ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹ് അല്ലാത്ത വേറൊരാളെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പോലെ ഭയപ്പെടുന്ന അവസ്ഥയിൽ തഅല്ലുഖ് വരാം. പ്രതീക്ഷ വെക്കുന്ന ഇന്ന ആളെ എനിക്ക് എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന വസ്തുവിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, ആ നിലയിൽ പരിധി വിട്ടുള്ളൊരു പ്രതീക്ഷ, അള്ളാഹുവിനെ കളപ്പുറത്തേക്കുള്ളൊരു തഅല്ലുഖ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാകാം. ഒരു കാര്യം എൻ്റെ അടിസ്ഥാനം ശിർക്കാണ്. അള്ളാഹുവിലേക്ക് തഅല്ലുഖ് ചെയ്യുന്നത് പോലെ വേറെ ആരെങ്കിലുമായിട്ട് തഅല്ലുഖ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദോഷം വളരെ വലുതാണ്. വലാ ഖുത്അ ലഹു അനില്ലാ, ഇതിനേക്കാൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളയുന്ന വേറൊരു കാര്യമില്ല. ഇതുപോലെ ഖൽബ് മറ്റൊന്നുമായി തഅല്ലുഖാവുന്നതിനേക്കാൾ അള്ളാഹുവിനേറ്റുള്ള ബന്ധം മുറിക്കുന്ന വേറൊന്നുമില്ല. വഹ്ജബു ലഹു അൻ മസാലിഹിഹി വസആദതിഹി മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള സൗഭാഗ്യവും അള്ളാഹുവിൽ നിന്നുള്ള നന്മകളെല്ലാം മറയിടുന്ന രീതിയിൽ, അതിനെല്ലാം മറയാകുന്ന നിലക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലുമായി, മറ്റാരെങ്കിലുമായിട്ട് തഅല്ലുഖാകുന്നതിനേക്കാൾ. ഫഇന്നഹു ഇദാ തഅല്ലഖ ബിഗൈരില്ലാഹ്, ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളുമായിട്ട്, അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലുമായിട്ട് തഅല്ലുഖായി കഴിഞ്ഞാൽ വക്കലഹുല്ലാഹു ഇലാ മൻ തഅല്ലഖ ബിഹി, അവൻ ഏതൊന്നിലേക്കാണോ തഅല്ലുഖായത്, ഏതൊന്നിലേക്കാണോ അവൻ്റെ ഖൽബിനെ ബന്ധിപ്പിച്ചത്, അതിലേക്ക് അള്ളാഹു അവനെ വിടും. അതിപ്പോൾ ഒരു കയ്യിലൊരു ചരട് കെട്ടിയിട്ടാണെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ ഖൽബിലൊരു സാധനം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഇനി അവൻ്റെ വരുമാനത്തിലും സമ്പത്തിലുമാണ്, ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഇതന്നെ എനിക്ക് വേണം എന്ന നിലയ്ക്ക് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ. ഏതൊന്നിലേക്കാണോ അവൻ്റെ ഖൽബിൽ തഅല്ലുഖ് കൊടുക്കുന്നത് അള്ളാഹു അല്ലാതെ, അത് വ്യക്തിയാവട്ടെ, വസ്തു ആവട്ടെ, ഇലാഹാവട്ടെ, എന്തോ ആവട്ടെ, അള്ളാഹു അതിലേക്ക് ഏൽപ്പിക്കും. അവൻ്റെ കാര്യത്തിൽ പിന്നെ അതിനെ കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. വഖദലഹു മിൻ ജിഹത്തി മൻ തഅല്ലഖ ബിഹി, അത് ഏതൊരു പിന്നെ എന്തിലേക്കാണോ തഅല്ലുഖായിട്ടുള്ളത് അതിലേക്ക് കൈവിട്ടു വിടും, അള്ളാഹു തആല കൈവിടും. വഫാതഹു തഹ്സീലു മഖ്സൂദിഹി
മിനല്ലാഹി ബിതഅല്ലുഖിഹി ബിഗൈരിഹി, അള്ളാഹുവിൽ നിന്നുള്ള ലഭിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് ലഭിക്കുന്നത് നഷ്ടപ്പെടുകയും ഉണ്ടാവുന്ന അവസ്ഥയുണ്ടാവും വേറെ ഒന്നിലേക്ക് തഅല്ലുഖായതുകൊണ്ട്. വൽത്തിഫാത്തിഹി ഇലാ സിവാ, അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്ക് അവൻ തിരിഞ്ഞതുകൊണ്ട്. ഫലാ അലാ നസീബിഹി മിനല്ലാഹി ഹസല, അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഓഹരി അവന് കിട്ടാനും പോകുന്നില്ല. അതായത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹു തആലയിലേക്ക് ആവശ്യക്കാരനാവുക, അള്ളാഹുവിനെ ആശ്രയിക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. അതിൽ നിന്ന് ഒരാൾ വേറൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവനായി അവൻ്റെ പാടായി, അതിനെ കൊണ്ടായിക്കോട്ടെ എന്ന നിലക്ക് അള്ളാഹു വിടും. വലാ ഇലാ മാ അമ്മലഹു മിമ്മൻ തഅല്ലഖ ബിഹി വസല, ഇനി അള്ളാഹുവിൽ നിന്ന് ഓഹരി കിട്ടൂല എന്ന് മാത്രമല്ല, ഇവൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഏതിലേക്കാണോ തിരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് അവന് കിട്ടാനും പോകുന്നില്ല. അതായത് ഇവൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശിർക്ക് ചെയ്യുന്ന ഒരാൾ വിചാരിക്കുക, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരാളോട് പോയി ചോദിക്കാമെന്ന് വിചാരിക്കുക. ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ ദൈവത്തിനോട് അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന ജാറത്തിലുള്ള ഒരു ഔലിയാക്കളോടോ അല്ലെങ്കിൽ ആ നിലക്കുള്ള അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന കല്ലോ മണ്ണോ മരമോ മൃഗമോ എന്തോ ആവട്ടെ, അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവനാ കാര്യം കിട്ടാനും പോകുന്നില്ല, നടക്കാനും പോകുന്നില്ല, അള്ളാഹുവിൽ നിന്ന് അവന് കിട്ടേണ്ട ഓഹരി ലഭിക്കുകയുമില്ല. ആ നിലയ്ക്ക് കൈവിട്ടവനായിട്ട് അവൻ തീരും. ഖാല തആല, അല്ലാഹു തആല സൂറത്ത് മറിയമിലെ 81-82 ആയത്തിൽ പറഞ്ഞു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലിയകൂനൂ ലഹും ഇസ്സ, അവർ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കുന്നു, അവർക്കൊരു പിന്താങ്ങായിട്ട്, അവർക്കൊരു ശക്തിയായിട്ട്, അവർക്കൊരു പ്രതാപമായിട്ട്. കല്ലാ സയക്ഫറൂന ബിഇബാദതിഹിം വയകൂനൂന അലൈഹിം ളിദ്ദ, പക്ഷെ ഒരു കാര്യമില്ല, അവർ ചെയ്ത ഇബാദത്തിന് അവർ തന്നെ എതിരാവും. അവരാരെയാണ് ആരാധിച്ചത് അവർ തന്നെ എതിരാവും. അവർ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്, എതിരായിട്ടാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അല്ലാഹു തആല പറയാണ്. എന്നിട്ട് പറയുന്നു, ഫഅഅലമുൻ നാസി ഖിദ്ലാനൻ മൻ തഅല്ലഖ ബിഗൈരില്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചവൻ, അള്ളാഹു കൈവിട്ടവൻ, അള്ളാഹു അല്ലാത്ത എന്തെങ്കിലുമായിട്ട് തഅല്ലുഖായവനാണ്. فإنما فاته من مصالحه وسعادته وفلاحه أعظم مما حصل له ممن تعلق به, അവൻ ഏതൊന്നിനായിട്ടാണോ ബന്ധം വെച്ചിട്ടുള്ളത്, എന്തിനാണ് അവൻ ആശ്രയിച്ചിട്ടുള്ളത്, എന്തിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നേടുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ, നന്മകൾ, സൗഭാഗ്യങ്ങളാണ് അവൻ ആ ബന്ധം കൊണ്ട് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ചില വ്യക്തികളിലേക്ക്, ചില സ്ഥാനങ്ങളിലേക്ക്, എന്തിലേക്കെങ്കിലുമൊക്കെ മനസ്സിനെ തഅല്ലുഖ് ചെയ്ത്, ഖൽബിനെ തഅല്ലുഖ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവർ നഷ്ടപ്പെടുത്തുന്നത് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് അവർക്ക് നഷ്ടമാകുന്നത്. വഹുവ മുഅറദുൻ ലിസ്സവാലി വൽ ഫവാത്ത്, അവർ നഷ്ടത്തിനായിരിക്കും, എപ്പോഴും അവർക്ക് നഷ്ടങ്ങളും ഇതൊക്കെ ആയിരിക്കും അവരുടെ മുമ്പിൽ ഉണ്ടാവുക. വമസലു മുതഅല്ലിഖ് ബിഗൈരില്ലാഹ് കമസലിൽ മുസ്തദിൽ മിനൽ ഹർരി വൽ ബർദ് ബിബൈത്തിൽ അൻകബൂത്ത് ഔ ഹരിൽ ബുയൂത്ത്. ഇനിയൊരു ഉപമ പറയുകയാണ്. അള്ളാഹു അല്ലാത്ത എന്തെങ്കിലുമായിട്ട് ഖൽബ് തഅല്ലുഖായിട്ടുള്ളവൻ്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ചൂടിലോ തണുപ്പിലോ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ചൂടിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഒരു തണലിൻ്റെ അകത്ത് പോകാമെന്ന് വിചാരിക്കുക. ആ പോക്ക് ഒരു 8 കാലിയുടെ ഏറ്റവും ദുർബലമായ വീടായിട്ടുള്ള 8 കാലിയുടെ വീടിൻ്റെ അടിയിൽ പോയിട്ട്, അല്ലെങ്കിൽ 8 കാലിയുടെ വല ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പോയിട്ട് ഈ തണൽ ലഭിക്കാൻ പോകുന്നവനെ പോലെയാണ് അവനത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഖൽബിൽ എപ്പോഴും നമ്മുടെ ഖൽബ് അള്ളാഹുമായിട്ട് തഅല്ലുഖായിരിക്കണം. അതാണ് ഏറ്റവും, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ദുനിയാവിൽ സ്വർഗം എന്ന് പറയുന്നതും നമുക്ക് ഏറ്റവും സമാധാനം ഏകുന്നതും നമുക്ക് ഖൈറുകൾ കൊണ്ടുവന്നു തരുന്നതുമായിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഖൽബ് ഫസാദായി പോകും. ഇത് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, ഞാൻ വേറെ ആർക്കും തഅല്ലുഖല്ലല്ലോ, അത് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ സമ്പത്തുള്ളവർ സമ്പത്തിനോട് തഅല്ലുഖുണ്ടാകും. അതുപോലെ തന്നെ സ്ഥാനമുള്ളവരുടെ സ്ഥാനത്തിനോടും അധികാരത്തിനോടും പ്രതാപത്തിനോടും തഅല്ലുഖുണ്ടാകും. അല്ലെങ്കിൽ ചില വ്യക്തികളോട് തഅല്ലുഖുണ്ടാകും. അങ്ങനെ പല രീതിയിൽ ഈ കാര്യം ഉണ്ടാകാറുണ്ട്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. അൽ മുഫ്സിദു റാബിഉ മിൻ മുഫ്സിദാത്തിൽ ഖൽബ്, ഖൽബിനെ ഫസാദാക്കുന്ന കാര്യങ്ങളിൽ 4-ാമത്തേത് അത്ത്വാം, ഭക്ഷണമാണ്. 4-ാമത്തെ കാര്യം ഭക്ഷണമാണ്. വൽ മുഫ്സിദു ലഹു മിൻ ദാലിക നൗആൻ, ഈ ഭക്ഷണത്തിൽ നിന്ന് ഖൽബിനെ ഫസാദാക്കുന്ന 2 രീതിയിലാണ്. ഭക്ഷണം നിരുപാധികം ഖൽബിനെ ഫസാദാക്കുന്ന കാര്യം എന്നുള്ളതല്ല, 2 രീതിയിലാണ്. അഹദുഹുമ, അതിൽ 1-ാമത്തേത് മാ യുഫ്സിദുഹു ലിഐനിഹി, മാ യുഫ്സിദുഹു ലിഐനിഹി വദാതിഹി കൽ മുഹറമ, ആ ഭക്ഷണം തന്നെ ഫസാദ് ഉണ്ടാക്കുന്ന ഒരു സാധനമായി തീരുക.
വേറെ കാരണമൊന്നും വേണ്ട. ആ ഭക്ഷണമായിട്ടുള്ള വസ്തു എന്താണോ അത് തന്നെ ഖൽബിൽ ഫസാദ് ഉണ്ടാക്കും. അതേതാണ്? ഹറാമായ ഭക്ഷണങ്ങൾ, അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതേതൊക്കെയാണ്? വഹിയ മുഹറമാത്തുൽ ലിഹഖില്ലാ, അള്ളാഹുവിനോട് കൊടുക്കേണ്ട കടമ എന്ന് ഹറാമാക്കിയിട്ടുള്ളത്, അഥവാ അള്ളാഹു വ്യക്തമായി കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ നമുക്കറിയപ്പെട്ട കാര്യമാണ് ശവം, പന്നി മാംസം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം വിരോധിച്ചിട്ടുള്ള മൃഗങ്ങളിലാണെങ്കിൽ തേറ്റ വന്നിട്ടുള്ള, പക്ഷികളിലാണെങ്കിൽ നഖം വളർന്നിട്ടുള്ള, അങ്ങനെ പ്രത്യേകം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലാൻ പറഞ്ഞതും കൊല്ലരുത് എന്ന് പറഞ്ഞ ജീവികളും തിന്നാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാൽ കൊല്ലണം, പാമ്പിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പല്ലിയെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ പറഞ്ഞ ജീവികളുണ്ട്, അതിനെയും തിന്നാൻ പറ്റൂല. കൊല്ലരുത് എന്ന് പറഞ്ഞ ജീവികളുണ്ട്, ഇപ്പോൾ ഉറുമ്പ് അതുപോലുള്ള കാര്യങ്ങൾ, അതിനെയും തിന്നാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ആ വിരോധിച്ച ദീനിൽ അള്ളാഹുവിനോടുള്ള ഹക്കായിക്കൊണ്ട് അള്ളാഹു തആല ഹറാമാക്കിയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ മുഹറമാത്തുൽ ഹഖിൽ ഇബാദ്, അടിമകളുടെ അവകാശങ്ങളെ വകവെച്ചുകൊണ്ട് ഹറാമാകുന്നത്, അഥവാ വേറൊരാളുടെ കാര്യം ആക്രമിച്ചെടുക്കുക അല്ലെങ്കിൽ കട്ടെടുക്കുക. വേറൊരാളുടെ ഭക്ഷണമാണ് വേറൊരാളുടെ സ്വത്തുകൊണ്ട് ഇതാക്കിയത്, അതൊക്കെ കട്ടെടുക്കുക അല്ലെങ്കിൽ അവനെ ആക്രമിച്ചെടുക്കുക, ആ നിലക്കൊക്കെ അതിക്രമമായിട്ട് എടുക്കുന്നത്. ആ നിലക്ക് അള്ളാഹു ഹറാമാക്കിയ, ഇപ്പോൾ പലിശ കൊണ്ട് വാങ്ങിയ, പലിശയുടെ സമ്പത്ത് കൊണ്ട് വാങ്ങിയിട്ടുള്ളത് ഒക്കെ ആ നിലക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്താണ്? അത് ഖൽബിനെ ഫസാദാക്കും. അത് ആ ഭക്ഷണം തന്നെ ഖൽബിനെ ഫസാദാക്കുന്ന കാര്യമാണ്. ആ ഭക്ഷണം കൊണ്ട് തന്നെ അത് കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും ഒക്കെ ഖൽബിനെ ഫസാദാക്കും. അത് ഒരു സ്പൂണാണെങ്കിലും ഈ പറഞ്ഞ ഹറാമായിട്ടുള്ള കാര്യം, ഒരു സ്പൂണാണെങ്കിലും ഒരു പ്ലേറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും എന്താണ്? ഖൽബ് ഫസാദാവും. രണ്ടാമത്തേത് വസ്സാനി മാ യുഫ്സിദു ബിഖദ്രിഹി വതഅദ്ദി ഹദ്ദിഹി, രണ്ടാമത്തേത് ഹലാലായ ഭക്ഷണമായിരിക്കും, പക്ഷേ അതിൻ്റെ അളവിനെ പരിഗണിച്ചുകൊണ്ടും അതിൻ്റെ പരിധി വിട്ടു പോകുമ്പോഴും, അഥവാ ഒരു കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ പരിധി ഉണ്ടാവും, ആ പരിധി വിട്ടുകൊണ്ട് അതിൻ്റെ അളവ് വിട്ടുകൊണ്ട് കഴിക്കുമ്പോൾ അത് ഖൽബിനെ ഫസാദാക്കും. കൽ ഇസ്റാഫി ബിൽ ഹലാൽ, ഏതുപോലെ ഹലാലായ ഒരു സംശയമില്ലാതെ അള്ളാഹു കഴിക്കാൻ അനുവാദമാക്കിയിട്ടുള്ള ഒരു ഭക്ഷണം, ഒരു സംശയമില്ല, അതിൽ ഹലാലായ രീതിയിൽ സമ്പാദിച്ചിട്ടുള്ളതാണ്, അതിലൊരു സംശയമില്ല, 100% ഹലാൽ. പക്ഷെ അതിൽ ഇസ്രാഫ് വന്നാലോ, അതിൽ അമിതവ്യയം വന്നാലോ, അതായത് ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പരിധി വിട്ടുകൊണ്ട് ആ നിലക്ക് അവൻ ഭക്ഷിക്കുന്ന അവസ്ഥ. വശിബ അൽ മുഫ്രിദ്, അതുപോലെ വയറ് നിറഞ്ഞ് പരിധി വിട്ട് വയറ് നിറച്ച് കഴിക്കുന്ന ആ രീതിയിൽ കഴിക്കുന്ന അവസ്ഥ. ഫൈന്നഹു യുസ്ഖിലുഹു അനി ത്വആത്ത്, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പറഞ്ഞില്ലേ ഭക്ഷണം ഒരാളുടെ ഖൽബിനെ ഫസാദാക്കുന്ന 2 തരത്തിലാണ്. ഒന്ന് അശ്ലീയായി ഭക്ഷണം ഹറാമാണ് എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അവകാശം കൊണ്ടും സൃഷ്ടികളോടുള്ള അവകാശം കൊണ്ടും ഹറാമാണെങ്കിൽ അത് കുറച്ചാണെങ്കിലും, ഒരു സ്പൂണാണെങ്കിലും ഒരു തുള്ളിയാണെങ്കിലും അത് ഖൽബിനെ ഫസാദാക്കും. 2 ഹലാലായ ഭക്ഷണം അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അളവ് ഇസ്രാഫായി കഴിഞ്ഞാൽ, ഇഫ്രാത്തായി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിഞ്ഞാൽ, അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതും ഖൽബിനെ ഫസാദാക്കും. അതെന്തുണ്ടാക്കും? അത് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ സാധിക്കാത്ത, അതിനൊരു ഭാരമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതിന് പിന്നെ അങ്ങനെ കുറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിമ കൂടി തിരിയാനേ സമയം ഉണ്ടാവുള്ളൂ. ആ വയറിൻ്റെ ഒരവസ്ഥയിലായിട്ട് വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിനെന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ ഭക്ഷണം കഴിച്ചാൽ അതിന് വിശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസ്ഥയിൽ അതുമായി കൂടി കലരാനേ പിന്നെ സമയം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനുള്ള തആത്ത് അവനൊരു ഭാരമായി തീരും. ഹത്താ യദ്ഫറ ബിഹ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനതിലങ്ങോട്ട് മുഴുകി അതവനെ കീഴ്പ്പെടുത്തും. ആ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ അതവനെ കീഴ്പ്പെടുത്തി അതുമ്മ മുഴുകി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഫൈദാ ളഫിറ ബിഹാ ശഗലഹു ബിമുസാവലത്തി തസറുഫിഹാ വബിഖായത്തി ളററിഹാ, അങ്ങനെ അവനെ ആ ഭക്ഷണം കഴിക്കുന്നത്, അവനങ്ങോട്ട് അധികം അമിതമായി കഴിക്കുന്നതും ആ വയറിൻ്റെ കാര്യങ്ങൾ മുഴുകുന്നതും അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ഫുള്ള് ചിന്തയും അതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും, ഭക്ഷണവുമായി ബന്ധപ്പെട്ടായിരിക്കും. ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിശ്രമം, പിന്നെ അത് ടോയ്ലറ്റിൽ പോകണം, അതുകൊണ്ടുള്ള അസുഖം, അതുകൊണ്ടുള്ള രോഗം, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള പണിയിലും അതുമായി ബന്ധപ്പെട്ട് മാത്രം മുഴുകേണ്ടി വരും. അതുകൊണ്ടുള്ള ദോഷം, പിന്നെ അത് കൂടിയാലുള്ള അതുകൊണ്ടുള്ള ഭാരം, അതുകൊണ്ടുള്ള മറ്റു പല ഉപദ്രവങ്ങൾ. വഖവ്വ അലൈഹി മവാദ ശഹ്വ, മാത്രമല്ല അവൻ്റെ ഷഹ്വത്തുകളോടുള്ള ഇഷ്ടം ശക്തിപ്പെടും.
ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ ഷഹ്വത്തുകൾ കൂടുന്നതാണ്, അവന് തെറ്റുകളോടുള്ള പാപങ്ങളോടുള്ള താല്പര്യം, ഇച്ഛകൾ, ദേഹേച്ഛകൾ കൂടും. വതറഖ മജാരി ശൈത്താൻ വവസ്സഅഹ, പിശാചിൻ്റെ മാർഗം, പിശാചിന് സഞ്ചരിക്കാനുള്ള മാർഗം അത് നേരാവണ്ണം ഒരുക്കി വിശാലമാക്കി കൊടുക്കും. ഫൈന്നഹു യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം, മനുഷ്യൻ്റെ ശരീരത്തിൽ മജാരി ഷെയ്ത്താൻ അഥവാ ഷെയ്ത്താൻ പോകുന്നത് എന്താണ്? മജ്റദ്ദം, രക്തം പോകുന്നതിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കും. നമ്മൾ മുമ്പ് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. വസ്സൗമു യുളയ്യിഖു മജാരിയഹു വയസുദ്ദു അലൈഹി തുറുഖഹു, നോമ്പ് എന്നുള്ളത് എന്താണ്? ആ വഴി, ആ ഷെയ്ത്താൻ സഞ്ചരിക്കാനുള്ള മാർഗം ഇടുക്കുകയും അതിൻ്റെ വഴികളെ തടയുകയെല്ലാം ചെയ്യുന്ന കാര്യമാണ് നോമ്പ്. വശിബഉ യുതർരിഖുഹ വയുവസ്സിഉഹ, എന്നാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ പിശാചിന് സഞ്ചരിക്കാനുള്ള വഴികളെ വിശാലമാക്കി കൊടുക്കുന്ന, അതിന് എളുപ്പമാക്കി കൊടുക്കുക, ആ വഴി ഒരുക്കി കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നല്ല വിശാലമായ വഴിയായിട്ട് തീരും. വമൻ അക്കല കതീറൻ ശരിബ കതീറൻ, ആരാണോ കുറേ ഭക്ഷണം കഴിക്കുന്നത് അവന് കുറേ വെള്ളം കുടിക്കേണ്ടി വരും. ഫനാമ കതീറൻ, അങ്ങനെ വെള്ളം കുറേ കുടിച്ചാൽ അവൻ കുറേ ഉറങ്ങേണ്ടിയും വരും. ഫഖാസിറ കതീറൻ, അവൻ കുറേ ഖേദിക്കേണ്ടിയും വരും. അതായത് ഭക്ഷണം കൂടിയാൽ വെള്ളം കൂടും, വെള്ളം കൂടിയാൽ ഉറക്കം കൂടും, പിന്നെ അവന് അതെല്ലാം കൂടിക്കഴിഞ്ഞാൽ അവൻ കുറേ ഖേദിക്കേണ്ടി വരും. അഫിൽ ഹദീസിൽ മഷ്ഹൂർ, വളരെ പ്രശസ്തമായ അറിയപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ പറ്റി മുൻഗാമികളായ തൊബീബുകൾ തന്നെ പറഞ്ഞു, ഒരായത്തും ഒരു ഹദീസും കൊണ്ട് ദീനിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാവിധ അടിസ്ഥാനങ്ങളും പഠിപ്പിക്കപ്പെട്ടു എന്ന്. ആയത്ത് പറഞ്ഞത് കുലു വഷ്റബു വലാ തുസ്രിഫു എന്നുള്ള ആയത്തും ഈ ഹദീസും, ഇനി പറയാൻ പോകുന്ന ഹദീസും, ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആളുകൾ വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് രോഗമുണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള അടിസ്ഥാനം ഇതാണ് എന്ന് മുൻഗാമികളിൽപ്പെട്ട ധാരാളം തൊബീബന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു റജബ് അൽ ഹംബലി എല്ലാം ജാമിഉൽ ഉലൂമി അൽ ഹിക്കം എന്നുള്ളതിൽ ആസറുകളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയ്യുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി, തൻ്റെ വയറിനേക്കാൾ ഷർറ് നിറഞ്ഞ ഒരു പാത്രവും മനുഷ്യൻ നിറക്കുന്നില്ല. മനുഷ്യൻ നിറക്കുന്നതിൽ ഏറ്റവും നിറക്കുമ്പോൾ ഏറ്റവും ദോഷമാകുന്ന പാത്രം എന്നുള്ളത് അവൻ്റെ വയറാണ്. ബിഹസ്ബി ഇബ്നി ആദം ലുഖൈമാതുൻ യുഖ്മിന്ന സുൽബഹു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചില ഉരുളകൾ മതി അവൻ്റെ അവൻ്റെ മുതുക് നേരെ നിവർത്താൻ ആവശ്യമായിട്ട്, അഥവാ അവൻ്റെ പണികൾ ചെയ്യാനുള്ള ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള നിലക്ക്. അത് ഓരോ വ്യക്തികൾക്ക് ഓരോ പോലെ ആയിരിക്കും. അവൻ എത്രയാണോ അവൻ്റെ നിവർത്താൻ ആവശ്യമുള്ളത്, ആ ഉരുളകൾ എത്രയാണോ, ലുഖൈമാത്ത് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളകൾ, അത് കുറച്ച് കുറച്ച് അവന് മതി. ഫൈൻ കാന ലാ ബുദ്ദ ഫാഇലൻ, ഇനി അവന് അതിനേക്കാൾ കൂടുതൽ, അവന് നേരെ നിൽക്കാനുള്ള പണിയെടുക്കാനും പോരാ, കുറച്ചുകൂടി ഭക്ഷണം കഴിക്കണം എന്ന് അവന് തോന്നുകയാണെങ്കിൽ ഫസൂലുസുൻ ലി ത്വആമിഹി, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വയറിൻ്റെ, അവനാവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള വയറ്, അവൻ്റെ പാത്രം പറഞ്ഞ വയറ്, അതിൻ്റെ 1/3 ഭക്ഷണത്തിനും, വസൂലുസുൻ ലി ഷറാബിഹി, 1/3 പാനീയങ്ങൾക്കും, വസൂലുസുൻ ലി നഫസിഹി, 1/3 വായുവിനും വേണ്ടിയിട്ട് അവൻ ആ രീതിയിൽ കഴിക്കട്ടെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസും പിന്നെ ഖുർആനിൽ പറഞ്ഞ കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ പാനീയങ്ങൾ കുടിച്ചു കൊള്ളുക, ഇസ്രാഫില്ലാതെ എന്ന് പറഞ്ഞ ആയത്തും ഈ 2 കാര്യങ്ങൾ മതി. ഈ 2 കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ശൈതലിയത്തുകൾ, ഫാർമസികൾ, മരുന്ന് ഷോപ്പുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ വേണ്ടിവരില്ല എന്നൊക്കെ തൊബീബന്മാർ, മുൻഗാമികളിൽപ്പെട്ട തൊബീബന്മാർ വാക്കുകൾ പറഞ്ഞതായിട്ട് കാണാം, ഇത് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ എന്ന്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കാതെ നമുക്ക് നഷ്ടം പറ്റുന്ന, ഏതൊരാൾക്കും അബദ്ധം പറ്റുന്ന ഒരു മേഖലയാണത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ അത് യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും. അൽ മുഫ്സിദുൽ ഖാമിസ്, അപ്പോൾ ഇതാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഫസാദാകുന്ന 2 രീതി പറഞ്ഞു. ഒന്ന്, ഹറാമായ ഭക്ഷണം അത് എത്ര കുറച്ച് കഴിച്ചാലും അതൊരുവൻ്റെ കൽബിനെ ഫസാദാക്കും. 2, ഹലാലായതിൽ പരിധി വിട്ട് കഴിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ദോഷങ്ങളുണ്ടാക്കും. ഒന്ന്, അതുമ്പോൾ കെട്ടിമറിയേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ക്ഷീണം, അതിൻ്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ടുണ്ടാവുന്ന രോഗം, അതുകൊണ്ടുണ്ടാവുന്ന വേറെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ തിരിയണം. 2, പിശാചിന് അവൻ്റെ മേലെ കൺട്രോൾ കൂടുതൽ കിട്ടും, കാരണം പിശാചിൻ്റെ സഞ്ചാരം അവൻ്റെ ശരീരത്തിൽ കൂടും. 3, ഷഹ്വത്തുകൾ കൂടും, അവന് ഇച്ഛകൾ, ഷഹ്വത്തുകൾ, പാപങ്ങളോടുള്ള താല്പര്യം, ഇച്ഛകൾ അത് കൂടും. അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിച്ചവന് വെള്ളം കൂടുതൽ കുടിക്കും, അവന് ഉറക്കം കൂടും, അവനെല്ലാ ഹൈറുകളും തടയപ്പെടുന്ന ഒരവസ്ഥയാണ് പിന്നീട് അവന് ഉണ്ടാവുക. അത് ഖൽബിനെ ഫസാദാക്കും.
അൽ മുഫ്സിദുൽ ഖാമിസ്, ഇതിൽ അഞ്ചാമത്തേത് ഇമാം ഹറമി റഹിമഹുള്ള പറഞ്ഞ അസറിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചാമതായി വന്നിട്ടുള്ള കാര്യം അന്നൗമു, ഉറക്കമാണ്. ഇവിടെ ഭക്ഷണം ഉറക്കമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള കാര്യം കേട്ടോ. പക്ഷേ അതിൽ പരിധി വിടുന്നതാണ് പറയുന്നത്. ഒരാൾ ഭക്ഷണം ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാൻ അതിൻ്റെ മേലെ കുറ്റമുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാനുണ്ട് എന്നിട്ട് അവൻ കഴിക്കാതെ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. കസറത്തുൻ നൗം, അഞ്ചാമത്തേത് അധികരിച്ച ഉറക്കം. ഫൈന്നഹു യുമീത്തുൽ ഖൽബ്, അധികരിച്ച ഉറക്കം എന്നുള്ളത് കൽബിനെ മരിപ്പിക്കുന്ന, കൽബിനെ കൊന്നുകളയുന്ന, കൽബ് അത് മുഖേന ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ടാകും. നമ്മൾ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കൽബിൻ്റെ ജീവൻ. വയുഖ്തിലുൽ ബദൻ, ശരീരത്തിന് അതൊരു ഭാരം ഉണ്ടാക്കും. ഭക്ഷണം പോലെ തന്നെ ഉറക്കം കൂടിക്കഴിഞ്ഞാലും ശരീരത്തിന് ഒരു ഭാരം ഉണ്ടാവും. നേരാവണ്ണം ഇബാദത്തുകൾക്കും മറ്റൊന്നും ശരീരം വഴങ്ങി കിട്ടാത്തൊരവസ്ഥ. വയുദയ്യുൽ വഖ്ത, സമയം പാഴായിപ്പോവും. കാരണം നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിന് പകരമായി കൊടുക്കാനുള്ള സമയമാണ്. മുമ്പ് പറഞ്ഞില്ലേ, ഈ ഒരു പെട്ടി പോലെയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എന്ത് വെക്കുന്നോ അതനുസരിച്ചിട്ടാണ്. നമ്മൾ ആരിഫിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് പകരം സ്വർഗം ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫുള്ള് ഉറക്കമായിട്ട് തീരും. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ 1/3 ഉറങ്ങിത്തീരുക. ഇപ്പോൾ ഒരു 60 വർഷം ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സിലെ 1/3 അവൻ ഉറങ്ങി തീർക്കുന്നുണ്ടാവും. 8 മണിക്കൂറൊക്കെ ഏതൊരാളും സാധാരണഗതിയിൽ ഉറങ്ങുന്നതാണ്. ബാക്കിയുള്ള സമയത്ത് കുറേ കാര്യങ്ങൾ കഴിച്ച് വളരെ ചുരുങ്ങിയൊരു കാലമാണ് പകരം സ്വർഗം വാങ്ങാൻ നമുക്കുള്ളത്. പക്ഷെ അതിൽ തന്നെ വീണ്ടും ഉറങ്ങിത്തീർന്ന് സമയം നഷ്ടപ്പെടും. വയൂരിസു കസ്റത്തുൽ ഗഫ്ലത്തി വൽ കസ്ൽ, അധികരിച്ച ഉറക്കം അശ്രദ്ധ കൂട്ടും, അതുപോലെ അലസത കൂട്ടും. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിൽ അശ്രദ്ധനാവും. അതുപോലെ തന്നെ അലസത കൂട്ടും. വമിൻഹുൽ മക്രൂഹ് ജിദ്ദൻ, അത് തീർച്ചയായിട്ടും വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഉറങ്ങുക എന്നുള്ളത്. വമിൻഹുദ്ദാറു ഗൈറു നാഫിഇ ലിൽ ബദൻ, അപ്പോൾ ഇങ്ങനെ അധികരിച്ച ഉറക്കം എന്നുള്ളത് ശരീരത്തിന് ദോഷമാണ് ഉണ്ടാക്കുക, ഉപകാരമുള്ളതല്ല. അങ്ങനെയുള്ള ഉറക്കം ശരീരത്തിന് ഉപകാരമല്ല. വഅൻഫഉൻ നൗമി മാ കാന ഇൻദ ശിദ്ദത്തിൽ ഹാജത്തി ഇലൈഹി, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമാകുമ്പോഴാണ്. അതായത് നമുക്ക് ശരീരം ഉറക്കം ആവശ്യപ്പെടുന്നൊരു സന്ദർഭം ഉണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെ ജോലിയും ജീവിതമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും, ശരീരം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. പക്ഷേ അവന് ഉറക്കം ആവശ്യമാണ്, എൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൻ ഉറങ്ങേണ്ടതുണ്ട് എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഉറക്കം. ഏത് കാര്യം അങ്ങനെയാണ്, ആവശ്യമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ആസ്വാദനം കിട്ടുക എന്നാണ്. ഇബ്നു ഖയ്യിം തന്നെ ദാഉദ്ദവായിലാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലാഹു അഅലം, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിന് ഏറ്റവും രുചി എപ്പോഴാണ്? ദാഹം ഉണ്ടാകുമ്പോഴാണ്. ഭക്ഷണത്തിന് ഏറ്റവും രുചി എപ്പോഴാണ്? വിശപ്പുണ്ടാകുമ്പോഴാണ്. അതുപോലെ തന്നെ ശാരീരിക ബന്ധം ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നതിലേക്ക് ഏറ്റവും ആവശ്യക്കാരനാകുമ്പോഴാണ്. അതുപോലെ തന്നെ ഉറക്കം ഏറ്റവും ആസ്വാദകരമാകുന്നത് അതിലേക്ക് ആവശ്യക്കാരനാകുമ്പോഴാണ്. വനൗമു അവ്വലിൽ ലൈലി അഹ്മദു വഅൻഫഉ മിൻ ആഖിരിഹി, എന്നിട്ട് പറയാണ് ഉറങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അവ്വലുൽ ലൈൽ, രാത്രിയുടെ ആദ്യ സമയത്താണ്, അഥവാ ഇശാന് ശേഷമുള്ള ആദ്യ സമയം. അഹ്മദു വഅൻഫഉ, അതാണ് പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതും ഉപകാരപ്പെട്ടിട്ടുള്ളതും. മിൻ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ ഉറങ്ങുന്നതിനേക്കാൾ, അഥവാ രാത്രിയുടെ അവസാനത്തിൽ ഉറങ്ങുന്നതിനേക്കാൾ. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ മാറിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് രാത്രിയുടെ ആദ്യത്തിൽ പരമാവധി വൈകിപ്പിച്ച് അവസാനത്തിൽ ഉറങ്ങാൻ കിടക്കുക എന്നുള്ളത്. പക്ഷേ ആദ്യത്തിലാണ് ഉറങ്ങാൻ ഏറ്റവും ഹൈറായിട്ടുള്ളത്. അത് വൈദ്യന്മാരും പറയുന്ന കാര്യമാണ്, ദീനിയായിക്കൊണ്ടും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയും. വനൗമു വസത്തിൻ നഹാരി അൻഫഉ മിൻ ത്വറഫൈഹി, അതുപോലെ പകലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പകലിൽ രണ്ടറ്റത്ത് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് മധ്യത്തിൽ ഉറങ്ങുന്നതാണ്. അഥവാ രാവിലെ ഫജർ കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ മഗ്രിബിൻ്റെ മുമ്പ് അസറിന് ശേഷമായിട്ടുള്ള സമയത്ത് ഉറങ്ങുന്നതിനേക്കാൾ പകലിലെ ഉറക്കത്തിൽ ഏറ്റവും ഉപകാരം അതിൻ്റെ നടുവിൽ ദുഹറിന് മുമ്പോ ശേഷമോ ആയിട്ടുള്ള ആ സമയത്ത് ഉറങ്ങലാണ്. വകുല്ലമാ ഖറുബൻ നൗമു മിൻ ത്വറഫൈനി ഖല്ല നഫ്ഉഹു, പകലിൽ രണ്ടറ്റത്തേക്ക് ഉറക്കം നീങ്ങിക്കഴിഞ്ഞാൽ, ഒന്നുകിൽ രാവിലെ ഫജറിന് ശേഷമുള്ള ആ സമയത്തോ രാവിലെ ആയിട്ടുള്ള പ്രഭാതത്തിൻ്റെ ആദ്യ സമയത്തോ അല്ലെങ്കിൽ അവസാന സമയത്തോ ഉറങ്ങുമ്പോൾ അതിൻ്റെ ഉപകാരം കുറയും. വക്കസുറ ദററുഹു, അതിൻ്റെ ദോഷം കൂടും ചെയ്യും. പകലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. രാത്രിയുടെ കാര്യത്തിൽ ഉറങ്ങാൻ ഏറ്റവും നല്ലത് രാത്രിയുടെ ആദ്യത്തിലാണ്, ഇശാന് ശേഷമുള്ള ആദ്യ സമയം. പകലിൻ്റെ കാര്യത്തിൽ പകലിൽ ഉറങ്ങാൻ ഏറ്റവും നല്ലത് അതിൻ്റെ മധ്യസമയത്ത്, ദുഹറിന് മുമ്പോ ദുഹറിന് ശേഷമോ ആയിട്ടുള്ള ആ സമയത്ത്.
രണ്ടറ്റത്തേക്ക് മാറും തോറും, ഫജ്റിന് ശേഷമോ അസ്റിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പുള്ള ആ സമയത്തേക്ക് മാറും തോറും അതിൻ്റെ ഉപകാരം കുറയും, ദോഷം കൂടും ചെയ്യും. വലാ സിയ്യമാ നൗമുൽ അസ്രി വന്നൗമു അവ്വലിൻ നഹാർ ഇല്ലാ ലിസഹ്റാൻ. പ്രത്യേകിച്ചും അസറിന് ശേഷമുള്ള ഉറക്കം, അതുപോലെ തന്നെ ഫജ്റിന് ശേഷമുള്ള പ്രഭാതത്തിലുള്ള പകലിൻ്റെ ആദ്യത്തിലുള്ള ഉറക്കം, അത് ആർക്ക് ഉറങ്ങാം? ഇല്ലാ ലിസഹ്റാൻ, ഉറക്കം ഒഴിച്ചു പോയ ഒരാൾ. അപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ പോയ ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് ഈ രണ്ട് ഉറക്കം നല്ലതല്ല. പാടില്ലാത്ത പറഞ്ഞാൽ നല്ലതല്ല, അതുകൊണ്ടുള്ള ദോഷം ഉണ്ടാകും. എന്നാൽ രാത്രി ഉറങ്ങാത്ത വല്ല യാത്ര കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉറക്കം തീരെ നഷ്ടപ്പെട്ട ഒരാൾക്ക് അയാൾക്ക് എപ്പോഴും കിടന്നുറങ്ങാം. കാരണം അയാൾക്ക് ഉറക്കം മുൽത്തറായിരിക്കും. എന്നിട്ട് പറയണം വമിനൽ മക്രൂഹി ഇൻദഹും അന്നൗമു ബൈന സ്വലാത്തി സുബ്ഹി വ തുലൂഇ ശംസ്. ഈ ഉറക്കത്തിൽ വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു ഉറക്കമാണ്. ചിലപ്പോൾ അധികം ആളുകളും ഇന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ് സുബ്ഹിന് ശേഷം തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്തുള്ള ഉറക്കം. ഷുറൂഖിൻ്റെ സമയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഫജ്റിന് ശേഷമുള്ള ആ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം. ഫൈനഹു വഖ്തുൻ ഗനീമത്തുൻ. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മഹത്തായ നേട്ടങ്ങൾ നേടിയെടുക്കേണ്ട വളരെ മഹത്തായ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫി ബുക്കൂരിഹ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് ബർക്കത്ത് ചൊരിയണം എൻ്റെ ഉമ്മത്തിന് എന്നുള്ളത്. അതുപോലെ തന്നെ അശ്രദ്ധയില്ലാത്ത ആളുകളുടെ അടയാളമായിട്ട് ഒരിക്കലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു സന്ദർശകൻ വന്നപ്പോൾ ഈ സമയത്ത് വീട്ടിലേക്ക് പോകാമെന്ന് മടിച്ചു. അപ്പോൾ എന്നിട്ട് പിന്നെ പറഞ്ഞു, ഞാൻ ആ സമയത്ത് വരാതെ നിങ്ങൾ ഉറങ്ങാവും വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ച് പറയുന്നുണ്ട്, നീ വിചാരിച്ചു പോയോ ഇബ്നു മസ്ഊദും കുടുംബവും അശ്രദ്ധക്കാരാണെന്ന് വിചാരിച്ചു പോയോ എന്ന്. അപ്പോൾ ആ സമയം എന്നുള്ളത് ഉറങ്ങാൻ അത്ര നല്ലതല്ലാത്ത വെറുക്കപ്പെട്ട സമയമാണ്. ആ സമയം വളരെ ഉപകാരങ്ങൾ നേടിയെടുക്കേണ്ട സമയമാണ്, ബറക്കത്തുള്ള സമയമാണ്. അത് ദീനും ദുനിയാവിനും എല്ലാം ബറക്കത്തുള്ളതാണ്. പണ്ട് ചില സഹാബികൾ കച്ചവടക്കാരെ അയക്കാറുള്ളതൊക്കെ ആ സമയത്താണ് കൂടുതൽ ലാഭം കിട്ടിയിരുന്നു എന്നെല്ലാം കാണാം. വലിസൈരി ദാലിക്കൽ വഖ്ത് ഇൻദ സാലിക്കീൻ മസിയ്യത്തുൻ അദീമത്തുൻ. അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന സുലൂക്കിൻ്റെ ആളുകൾ, അഥവാ പിന്നെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അള്ളാഹുലേക്ക് അടുക്കണം, അങ്ങനെയുള്ള ചിന്തിച്ച് മുന്നേറുന്ന ആളുകൾ, അവർക്ക് ആ സമയമെന്ന് പറഞ്ഞാൽ വലിയ മഹത്തായ നേട്ടത്തിൻ്റെ ഒരു സമയമാണ് ഫജ്റിന് ശേഷം തുലൂഇൻ്റെ ഇടയിലുള്ള സമയം. ഹത്താ ലൗ സാറു തൂല ലൈലിഹിം. അവരുടെ രാത്രി മൊത്തം അവർ സഞ്ചാരത്തിലാണെങ്കിൽ കൂടി, ഉദ്ദേശം അവർ രാത്രിയിൽ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. രാത്രിയൊക്കെ സുദീർഘമായിട്ട്, മൊത്തമെന്നല്ല സുദീർഘമായിട്ട് അവർ രാത്രി നിന്ന് നിസ്കരിച്ച് ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ലം യസ്മഹു ബിൽ ഖുഊദി അൻ സൈരി ദാലിക്കൽ വഖ്ത് ഹത്താ തത്ലു അശംസ്. അവരെന്നാൽ പോലും ഈ സമയത്ത്, അഥവാ ഈ ഫജ്റിന് ശേഷമുള്ള സമയത്ത് പോയി കിടക്കാനും അല്ലെങ്കിൽ ആ നിലക്ക് പിന്നെ അശ്രദ്ധമായിരിക്കാനും ആ സമയം നഷ്ടപ്പെടുത്താൻ അവർ ചെയ്യാറില്ല. ആ സൂര്യൻ ഉദിക്കുന്ന സമയം, അതിന് ശേഷം ചിലപ്പോൾ ഉറങ്ങുണ്ടാവും. പക്ഷെ ആ സൂര്യൻ ഉദിക്കുന്ന സമയം രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ സുദീർഘമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ സമയം എന്ത് ചെയ്യാറില്ല, അവർ നഷ്ടപ്പെടുത്താറില്ല. ഫൈനഹു അവ്വലുൻ നഹാരി വ മിഫ്താഹുഹു. അത് ആ പകലിൻ്റെ ആദ്യ ഭാഗമാണ്, പകലിൻ്റെ താക്കോലാണ് ആ സമയം എന്ന് പറഞ്ഞാൽ. വഖ്തു നുസൂലിൽ അർസാഖ്. റിസ്ക് ഇറങ്ങുന്ന സമയമാണത്. വഹസൂലിൽ ഖസം. അത് വീതിക്കുന്ന സമയമാണ്. റിസ്ക് വീതിച്ചു കൊടുക്കുന്ന, അവർക്ക് അവരുടെ ഓഹരി എന്താണോ അത് നേടിയെടുക്കാൻ പറ്റുന്ന സമയം. വഹലൂലുൽ ബറക്ക. ബറക്കത്തിൻ്റെ സമയമാണത്. ബറക്കത്ത് ഇറങ്ങുന്ന, ബറക്കത്ത് ഉണ്ടാകുന്ന സമയമാണ്. വമിൻഹു യൻശഉൻ നഹാർ. അവിടെ നിന്നാണ് പകൽ പൊട്ടിപ്പുറപ്പെടുന്നത്. പകലിൻ്റെ ആരംഭം അവിടെ നിന്നാണ്, പകൽ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വയൻസഹിബു ഹുക്മു ജമീഇഹി അലാ ഹുക്മി തിൽക്കൽ ഹിസ്സ. ആ ദിവസത്തിൻ്റെ മൊത്തം അവസ്ഥ എന്താണ് എന്നതിനെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന എന്താണ് അതിന് വരും ദിവസത്തിൻ്റെ ആ ബാക്കിയുള്ള ദിവസത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കണം എന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയമാണ്. ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസത്തിൻ്റെ അവസ്ഥ നിൽക്കുന്നത്. ഫയംബഗി അൻ യകൂന നൗമുഹാ കനൗമിൽ മുത്തർ. ഞാൻ ആരെങ്കിലും ആ സമയത്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൗമുൽ മുൽത്തർ ആയിരിക്കണം, അഥവാ നിർബന്ധിതനായിട്ട് ഉറങ്ങുന്ന, ചിലപ്പോൾ വല്ല അസുഖം കൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തീരെ ഉറങ്ങാൻ പറ്റാതെ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വല്ല തടസ്സം കൊണ്ടോ ഒക്കെ ഉറങ്ങുന്ന ഒരാളായിട്ടല്ലാതെ ഒരാൾ ആ സമയത്ത് ഉറങ്ങരുത് എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഇബ്നുൽ ഖയ്യിം മുമ്പ് പറഞ്ഞല്ലോ, നല്ലൊരു തൊബീബാണ്, ശരീരത്തിൻ്റെയും തൊബീബാണ്, കൽബിൻ്റെയും തൊബീബാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശാരീരികമായ അപകടങ്ങളും ദോഷങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള വാക്കുകളാണത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ധാരാളം ആളുകൾക്ക്
സംഭവിച്ചിട്ടുള്ള ഒരു പിഴവാണ് ആ സമയം ഫജറിന് ശേഷം തുലൂഇന് മുമ്പുള്ള ആ സമയത്ത് തന്നെ ഉറങ്ങുക എന്നുള്ളത്. തുലൂഇന് ശേഷം, അതിന് ശേഷം ഉറങ്ങുന്നതല്ല. പക്ഷെ ആ സമയം എന്നുള്ളത് അധികാറുകളിലായിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പിന്നെ ഖുർആൻ പാരായണത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാറുകൾ തന്നെ ഉണ്ട് ആ സമയത്ത് നമുക്ക് ചെല്ലാൻ. ഖുർആൻ പാരായണമോ അങ്ങനെയെല്ലാം ആയിക്കൊണ്ട് ചെലവഴിക്കേണ്ട, ദുആ ചെയ്തുകൊണ്ടോ ഒക്കെ ചെലവഴിക്കേണ്ട ഒരു സമയമാണത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. വബിൽ ജുംലത്തി, ഇനി മൊത്തത്തിൽ പറഞ്ഞാൽ, ഉറക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫഅദലു നൗമി വൻഫഉ നൗമി നിസ്ഫിൽ ലൈൽ, ഏറ്റവും നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ പകുതി, വസുദുസിഹിൽ അഖീർ, അതിൻ്റെ അവസാനത്തെ 6/1, അതിൽ ഉറങ്ങലാണ് ഏറ്റവും നല്ലത്. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാത്രി നിസ്കാരം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാവൂദ് നബി അലൈഹി സ്വലാം രാത്രിയുടെ പകുതി ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കലും ഇബാദത്തുമായിട്ട് ദിക്റും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കും, പിന്നെ അവസാനത്തെ 6/1 വീണ്ടും ഉറങ്ങും. അതായത് ഇപ്പോൾ ഒരു 6 മണിക്കൂറാണ് രാത്രി നമ്മൾ കണക്ക് കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ, ആദ്യത്തെ 3 മണിക്കൂർ ഉറങ്ങും, പിന്നത്തെ 2 മണിക്കൂർ ഇബാദത്തിലാവും, പിന്നെ അവസാനത്തിലൊന്ന് വീണ്ടും ഉറങ്ങുന്നൊരവസ്ഥ. അപ്പോൾ ഉറങ്ങാൻ ഏറ്റവും നല്ല രീതി ആ രീതിയാണ്. പിന്നെ അല്ലെങ്കിൽ പകുതി വരെയാണ് ഏറ്റവും നല്ല സമയം ഉറങ്ങാൻ. വഹുവ മിഖ്ദാറു 8 സഅാത്തിൻ, എന്നിട്ട് ആ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു രാത്രിയുടെ മൊത്തം അളവായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നത് അത് ഏകദേശം ഒരു 8 മണിക്കൂർ, ഏകദേശം ഒരു 8 മണിക്കൂറാണ് സാധാരണ മൊത്തത്തിൽ ഒരാളുകളുടെ ഒരവസ്ഥയിൽ ഉറങ്ങാൻ മാക്സിമം പറ്റുന്ന ഒരു സമയമാണ് പറയുന്നത് 8 മണിക്കൂർ എന്നുള്ളത്. വഹാദ അദലു നൗമി ഇൻദൽ അത്തിബ്ബാ, വൈദ്യന്മാരുടെ അടുക്കൽ പൊതുവായ നിലക്ക് ഏറ്റവും മിതത്വം നിറഞ്ഞിട്ടുള്ള ഒരു ഉറക്കം എന്നുള്ളത് ഇത്രയാണ് പറയുന്നത്. ഫമാ സാദ അലൈഹി ഔ നഖസ മിൻഹു അസ്റ ഇൻദഹും ഫി തബീഅത്തിൽ ഇൻഹിറാഫൻ ബിഹസബിഹി, ഇതിൽ നിന്ന് കൂടിയാലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എല്ലാം കുറഞ്ഞാലോ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല കൂടിയാലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാലോ ഒരു ദിവസത്തിൽ അതിൻ്റെ അനന്തരഫലം ഓരോ ആളുകളിലും കാണും. ഫിത്തബിയ, ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം അവൻ്റെ മൊത്തത്തിലുള്ള രീതിയിൽ ഉണ്ടാകും, അവൻ്റെ അവൻ്റെ പ്രകൃതത്തിലുണ്ടാവും. ഇത് ശരിക്കും ഇത് ഒരു മൊത്തത്തിലുള്ളൊരു പറച്ചിലാണ്, ചില വ്യക്തികൾക്കനുസരിച്ച് മാറും, വ്യക്തികളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, അതിനനുസരിച്ച് ഇതാകാം. പക്ഷേ ഒരു ആവറേജ് ഒരാൾക്ക് വേണ്ട ഉറക്കത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി വമിനൻ നൗമില്ലദി ലാ യൻഫഉ അയ്ദൻ, അതുപോലെ തന്നെ ഉറക്കത്തിൽ ഉപകരിക്കാത്ത ഉറക്കത്തിൽ വരുന്ന മറ്റൊന്നാണ് അന്നൗമു അവ്വലൽ ലൈലി, രാത്രിയുടെ ആരംഭത്തിൽ. ഇവിടെ ഉദ്ദേശം മഗ്രിബിന് ശേഷമുള്ള സമയം. നേരത്തെ ആരംഭത്തിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇശാന് ശേഷമുള്ള സമയം, ഇവിടെ മഗ്രിബിന് ശേഷമുള്ള സമയം പറയുന്നത്. അഖീബ ഖുറൂബി ശംസ്, അതായത് സൂര്യൻ അസ്തമിച്ച ഉടനെ, അഥവാ മഗ്രിബിൻ്റെ ആ കഴിഞ്ഞിട്ടുള്ള മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിലുള്ള ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത്. ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശാ, ആ ഇശായിനേക്ക് എത്തിക്കുന്ന ആ മഗ്രിബ് ആയിക്കൊണ്ട് ആകാശത്ത് ഉണ്ടാകുന്ന ആ നിറവ്യത്യാസം അത് മാറിപ്പോകുന്നത് വരെ, അഥവാ മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ ഉറങ്ങുക എന്നുള്ളത് ഉപകാരമില്ലാത്ത ഉറക്കമാണ്. വകാൻ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വെറുപ്പായിരുന്നു. ഫഹുവ മക്റൂഹുൻ ശർഅൻ വ തബ്അൻ, അത് ശറഉ കൊണ്ടും ദീനിൻ്റെ ശറഉ കൊണ്ടും അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൊണ്ടും അല്ലെങ്കിൽ പ്രകൃതിയാ കൊണ്ടും ഒക്കെ വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അപ്പോൾ ഇനി ഉറക്കം ഒഴിക്കുമ്പോൾ ഉറക്കം കുറക്കണം എന്ന് പറഞ്ഞല്ലോ, ഇനി അതിലൊരു പരിധി വിട്ടാലോ അതിനെപ്പറ്റി പറയാണ്. വകമാ അന്ന കസ്റത്തൻ നൗമി മൂരിസത്തുൻ ലിഹാദിഹിൽ ആഫാത്ത്, ഉറക്കം അധികരിച്ചാൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പോലെ തന്നെ ഫമുദാഫഅതുഹു വഹജ്റുഹു മുത്ലഖൻ മൂരിസുൻ ലിആഫാത്തിൻ ഉഖ്റ ഇദാം, ഉറങ്ങാതിരിക്കുക. ഒരേ ചില ആളുകൾ കാണാം, അവർക്കൊരു ആവേശം കയറിയിട്ട് ഉറക്കേയില്ലാത്തൊരവസ്ഥ. ചിലപ്പോൾ ഇന്ന് ധാരാളം ആളുകൾക്ക് വരുന്ന ഒരു അപകടമാണിത്. ഈ മൊബൈലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം ധാരാളം ചെറുപ്പക്കാരൊന്നും രാത്രിയിൽ ഉറങ്ങുന്നതന്നെയല്ല. പലരും ഈ പകലിൽ ഉറങ്ങുന്ന ആളുകളുണ്ട്, രാത്രിയിൽ തീരെ ഉറങ്ങാത്ത ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അങ്ങനെ. അവർക്കെല്ലാം പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉറങ്ങാതിരിക്കുക, ഉറക്കം ഒഴിവാക്കുക, ഉറക്കം വന്നിട്ട് അതിനെ പിടിച്ചു വെച്ചിരിക്കുക, അങ്ങനെയുള്ളത് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാക്കും. ഉറങ്ങാതിരിക്കുക എന്നുള്ളത് മിൻസൂ ഇൽ മിസാജി വയുബ്സിഹി, അവൻ്റെ മൊത്തത്തിലുള്ള അവൻ്റെ ബാലൻസ് കൊണ്ട് തെറ്റും. മിസാജ് എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തിനൊരു ബാലൻസ് ഉണ്ട്, വാട്ടർ കണ്ടൻറ്റ് അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥകളുണ്ട്. ഒരു ശരീരത്തിന് ബാലൻസ് ഉണ്ട് മൊത്തത്തിൽ, അത് മൊത്തത്തിൽ തെറ്റി ആകെ വരണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും.
വൻഹിറാഫിൻ നഫ്സ്, ശരീരത്തിന് മനസ്സിന് പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് നമ്മുടെ കാലത്തൊക്കെ നമ്മുടെ ധാരാളം ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. എല്ലാവർക്കും ഇതുകൊണ്ടാണെന്നല്ല, പക്ഷേ ഒരു കാരണമാണ് ഈ ബൈപ്പോളർ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന മെൻ്റൽ അസുഖങ്ങളൊക്കെ മാനസികമായിട്ടുണ്ടാകുന്ന ഒരുപാട് ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അതിൽ പ്രത്യേകിച്ചും പൊതുവേ അത് ഉറക്കമൊഴിക്കുന്ന ആളുകൾക്കൊക്കെ ധാരാളം കാണുന്നുണ്ട്. കുറേ ഉറക്കമൊഴിച്ചിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ, രാത്രിയിൽ ഉറങ്ങാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു അസുഖമൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ മനസ്സിന് വേറെ പല രീതിയിലുള്ള അസുഖങ്ങൾ, മാറ്റങ്ങളുണ്ടാകും. വജഫാഫി റുതുബാത്തിൽ മുഈനത്തി അൽ ഫഹ്മി വൽ അമൽ, അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള ശേഷിയും ശാരീരികമായ ശേഷിയും അതിൻ്റെയൊക്കെ ഒരു ഉണർവ്, അതിൻ്റെയൊക്കെ ഒരു പച്ചപ്പ്, അത് ഇല്ലാതായി പോകുന്ന ആകെ ഒരു വരണ്ട അവസ്ഥയിൽ ബുദ്ധിയും ശരീരമൊക്കെ ആകുന്ന അവസ്ഥയാകും ശരിക്കും ഉറങ്ങാതിരുന്നാൽ. വയൂരിസു അമ്രാവൻ മുത്ലിഫത്തൻ ലാ യൻതഫിഉ സാഹിബുഹാ ബിഖൽബിഹി വലാ ബദനിഹി മഅഹാ. ഇനി അതുപോലെ തന്നെ നാശമുണ്ടാക്കുന്ന വളരെ ഗൗരവമുള്ള രോഗങ്ങളുണ്ടാവും ചിലർക്ക്. കൽബിനും ശരീരത്തിനും ദോഷം ഉണ്ടാക്കുന്ന അവസ്ഥയിലുള്ള രോഗങ്ങളാണ് ഉണ്ടാവുക. വമാ ഖാമൽ വുജൂദ് ഇല്ലാ ബിൽ അദ്ൽ, ഒരാളുടെ നിലനിൽപ്പ് ഉണ്ടാകുന്നത് അതിലുണ്ടാവുമ്പോഴാണ്. അതോ ഏതൊരു കാര്യം മിതത്താവുമ്പോഴാണ്. ഉറക്കം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഭക്ഷണം അതുപോലെ കൂടാനും പാടില്ല, ഒന്നുമില്ലാതായിരിക്കാനും പാടില്ല. ആ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ മിതത്വത്തിലാണ് നിലനിൽക്കുന്നത്. ഫമനി അഅ്തസമ ബിഹി ഫഖദ് അഖദ ബിഹദ്ദിഹി മിൻ മജാമിൽ ഖൈർ. ആ ഒരു മിതത്വം ആരാണോ സ്വീകരിക്കുന്നത്, അതിലൂടെ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, അവന് വലിയ ഖൈറുകളുടെ, അപ്പോൾ ധാരാളം ഖൈറുകളുടെ അവൻ്റെ ഓഹരിയാണ് അവന് കിട്ടുന്നത്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കപ്പെടാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവസാനിച്ച് മൻസിലത്തു തദക്കുർ ഇബ്നുൽ ഖയ്യിം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മൻസിലത്തു തദക്കുറിൽ പറഞ്ഞ കാര്യങ്ങൾ, തദക്കുറും തഫക്കുറും തമ്മിലുള്ള ബന്ധം, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി തദക്കുർ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് ഇത് ഉണ്ടാവുക എന്ന നിലക്ക് പറയുകയുണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ ഈ ചർച്ചയൊക്കെ തുടങ്ങിയത്. ഒന്ന് ഖിസറുൽ അമൽ, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ഖിസറുൽ അമൽ, ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയണം. തഅമ്മുൽ ഫിൽ ഖുർആൻ ഉറ്റാലോചിക്കണം. പിന്നെ മൂന്നാമത്തേലാണ് ഈ 5 കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെ കുറക്കണം? ആളുകളുമായിട്ട് കൂടിക്കലരുന്നത്, വ്യാമോഹങ്ങൾ, അള്ളാഹു അല്ലാത്തവരുമായിട്ടുള്ള കൽബിൻ്റെ ബന്ധം, അമിത ഭക്ഷണം, അതുപോലെ അമിത ഉറക്കം, ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒഴിവാകുമ്പോഴാണ് ഈ 5 കാര്യങ്ങളും ഇല്ലാതാവണം. ഖുർആൻ ഉറ്റാലോചിക്കണം, ആയുസ്സിലുള്ള കുറഞ്ഞ പ്രതീക്ഷ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തദക്കുറും തഫക്കുറും ഏറ്റവും പരിപൂർണമായ രീതിയിൽ അതിൻ്റെ ഉപകാരം ഉണ്ടാവുകയും അതിൻ്റെ നേട്ടം എടുക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ തദക്കുർ കൊണ്ടുള്ള നേട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ദീനിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഒരുത്തിന് തദക്കുറും തഫക്കുറും ഉണ്ടാകണം. അടുത്ത മൻസിലത്തുൽ ഇഅ്തിസാമാണ്. മൻസിലത്തുൽ ഇഅ്തിസാം, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ആ ഒരു രക്ഷ ലഭിക്കുന്ന, അല്ലെങ്കിൽ അത് നേടിയെടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.